നോ ലോജിക് ഓൺലി മാഡ്നസ്. ബബ്ബ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രേവതിയിൽ കാണാൻ പോയി. സിനിമയുടെ റിവ്യൂ പറയുന്നതിന് മുമ്പ് സിനിമയിലോട്ട് എത്താനുള്ള വഴിയും കൂടി പറഞ്ഞുതരാം. ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തോന്നിയ സമയത്ത് തന്നെ നേരത്തെ ഞാൻ തിയേറ്റർ എടുത്ത് നോക്കി, രേവതി എടുത്ത് നോക്കിയപ്പോൾ സെൻട്രൽ സീറ്റിന് വേണം. ഒറ്റയടിക്ക് എല്ലാം പോയി. എന്നാലും സെൻറ്റർ തന്നെ കിട്ടിയത് കുറച്ച് അടുത്ത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, സെൻറ്റർ തന്നെയാണത്. സിനിമ കണ്ടു. സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ടു, എനിക്ക് സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്തു. സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. കാണുന്നതിന് മുമ്പ് ഈ ലോജിക്കും കാര്യങ്ങളും എടുത്ത് മാറ്റി വെക്കണം. കാരണം ഞാൻ ഈ റിവ്യൂ ഇടുന്നതിന് മുമ്പ് ചുമ്മാ എൻ്റെ ഫീഡ്ബാക്ക് തന്നെയാണ് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി യൂട്യൂബിൽ ചുമ്മാ കയറി നോക്കി. പൊതുവെ റിവ്യൂർമാരുടെ റിവ്യൂ ഒന്നും കാണാത്തതാണ്. ഞാൻ ജസ്റ്റ് ഒരു കൈകെട്ടിരിക്കുന്ന ഒരാളെ റിവ്യൂ പോയി കണ്ടു. ആള് ഈ ഗില്ലി യൂണിവേഴ്സിനെ കുറിച്ച് ലോജിക്ക് ഇത് എങ്ങനെ കണക്ട് ആയെന്ന് ഇങ്ങനെ പറയുകയുണ്ടായി. ഞാൻ എപ്പോഴും ആലോചിച്ച് ഇതിൽ സിനിമാക്കാരെന്നെ പറഞ്ഞ് ലോജിക്ക് നോക്കണ്ടെന്ന്. പിന്നെ ഇതിനെ ലോജിക്ക് നോക്കുന്നേ, അതെങ്ങനെയെങ്കിലും കണക്ട് ആയിക്കോളും. ലോജിക്ക് നോക്കേണ്ട ആവശ്യമൊന്നും അതിനില്ല. സിനിമയെക്കുറിച്ച് ഇനി പറയുവാണെങ്കിൽ, സിനിമ കാണുന്നതിന് മുമ്പ് നമ്മളൊരു ഭ്രാന്തനായിട്ട് വേണം സിനിമ കാണേണ്ടത്. അതായത് അതങ്ങനൊരു പടമാണ്. അതായത് ഭ്രാന്തന്മാരുടെ ഒരു പടമാണ്. അതിൽ വലിയ ലോജിക്കോ വലിയ കഥയോ ഒന്നും തന്നെ ഇല്ല. ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടം തന്നെയാണ്. അല്ലാതെ വൗ ഉണ്ടാവുന്ന ഒരു പടമൊന്നുമല്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് അർമാദിക്കാനുള്ള പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് അർമാദിക്കാനുള്ള പടം തന്നെയാണ്. എനിക്ക് നല്ല രീതിക്ക് പനിയായിരുന്നു, 2 ദിവസമായിട്ട് ചുമയുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഒരു ഷൂട്ടും കഴിഞ്ഞ് വന്ന് നേരെ വന്ന് കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ 7:30 എഴുന്നേറ്റ് 8 മണിക്ക് ഷോ. എന്നിട്ട് ഞാൻ ഓടിപ്പോയി. എന്നിട്ട് സിനിമ കുറച്ച് ലേറ്റ് ആയിട്ടാണ്, എനിക്ക് 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സിനിമ ഇട്ടത്. സിനിമ ആണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഈ സിനിമ പരാജയപ്പെട്ടു. പിന്നെ ഞാൻ സെക്കൻഡ് ഹാഫിൽ ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ട് ഞാൻ ആ മൈൻഡൊക്കെ എടുത്തങ്ങ് മാറ്റി. ഓക്കെ, കാരണം എനിക്കിങ്ങനെ ലോജിക്കുള്ള കുറച്ച് കഥപ്പടങ്ങളാണ് ഇഷ്ടം. മൈൻഡൊക്കെ എടുത്ത് മാറ്റി ആ രീതിയിൽ വന്നിരുന്ന് കണ്ടു, ഫിക്സ് ചെയ്ത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ചുമ്മാതെ പോയിരുന്ന കാണണം. അതായത് ഒന്നും പ്രതീക്ഷിക്കുകയും ചെയ്ത് നോക്കുകയും ചെയ്ത് ഒരുപാട് ഡയലോഗ്സുകൾ പേഴ്സണലി ദിലീപിനെ കണക്ട് ചെയ്തിട്ടുള്ള, അതിനൊക്കെ സമൂഹത്തിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് അമ്മച്ചിമാർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഡയലോഗ്സുകൾ എല്ലാം തന്നെയുണ്ട്. റെഫറൻസിൻ്റെ കളികളാണ് കളികൾ കേട്ടോ. കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ മോശം പറയാനും വലുതായിട്ട് ഒന്നുമില്ല. ആ ക്യാമറ ആംഗിൾസൊക്കെ വെറൈറ്റി ആയിരുന്നു. മ്യൂസിക്കൊക്കെ സൂപ്പറായിരുന്നു. ആ സോന എന്നുള്ള പാട്ടൊക്കെ എടുത്തിട്ട സമയത്ത് പുറത്തുനിന്ന് ആൾക്കാർ ഡാൻസ് കളിയായിരുന്നോ? എനിക്കും പോയി കളിക്കാൻ തോന്നി, വയ്യാത്തോണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു പടം, ഫുള്ളി പ്രാന്തന്മാരുടെ പടം. അതായത് ഒരു എന്താ പറയുക, അത് പറയാനൊന്നുമില്ല, പോയി കാണുന്നതിന് മുമ്പ് കഥയെ നോക്കരുത്, ഭയങ്കര വൗ നോക്കരുത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ദൃശ്യം അല്ലെങ്കിൽ അവാർഡ് പടങ്ങളൊക്കെ ഇറക്കിയാൽ പോരെ. സോ ഇത് അങ്ങനൊരു പടമാണ്. അടി ഇടി ബഹളം പുക ഇതൊക്കെ സിനിമ ഇഷ്ടപ്പെടും. ഇങ്ങനെയാണ് പോയി കാണുന്നതെങ്കിൽ 100% ഇഷ്ടപ്പെടും. അല്ല ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സിനിമേനെ കമ്പയർ ചെയ്യാൻ വേറെ ഒരു പടങ്ങളും നിങ്ങൾ ആഡ് ചെയ്യരുത്. ഓക്കെ, അതായത് പുഷ്പ കണക്കാണോ, അല്ലെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലി അതേ കണക്കാവോ, അല്ലെ മറ്റേ കണക്കാവോ? സോ എന്തിനാ? ഇതൊരു ഇൻഡിവിജ്വൽ പടമാണ്. ഞാൻ കണ്ട റിവ്യൂവിൽ അവൻ പറയുന്നു അത് മറ്റത് കണക്കാവും, ഇതേ കണക്കാവും. അവൻ എന്തിനാ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് ഒരു വെറൈറ്റി സിനിമ. ഓക്കെ, കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഓക്കെ, ഇതൊരു അവിയൽ പടം തന്നെയാണ്. ഓക്കെ, അങ്ങനെ തന്നെ ഉള്ള പടമാണ്. അങ്ങനെ തന്നെ പോയി കാണണം. അല്ലാതെ ഇരുന്ന് വലുതായിട്ടൊന്നും ആ പടത്തെ പ്രതീക്ഷിച്ച് ഈ പടത്തെ പ്രതീക്ഷിച്ച് പോയി കാണരുതെന്ന് എനിക്ക് പറയാനുള്ളത്. തിയേറ്റർ ഫുള്ളായിരുന്നു, ആൾക്കാരൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു. ഓക്കെ, ആൾക്കാരൊക്കെ നല്ല കയ്യടിയായിരുന്നു. എനിക്ക് കയ്യടിക്കാൻ തോന്നുന്ന സമയത്ത് പോലും അവർക്ക് കയ്യടിയായിരുന്നു. കാരണം പല കാര്യങ്ങളും നല്ല രീതിക്ക് വർക്കൗട്ടായി. അടി ഇടി ഫൈറ്റ് അത് ഇത് മറ്റത് പറിച്ചത് എല്ലാം. ഓക്കെ, പോയി കാണും. ആരെ അഭിപ്രായം കേൾക്കണ്ടേ? എൻ്റെ അഭിപ്രായം കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞ രീതിയിൽ പോയി കാണുവാണെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സിനിമയും നോക്കാതെ ഒരുത്തന്മാരുടെ ഇൻക്ലൂഡ് എൻ്റെ പോലും ഇത് കേൾക്കാം. നിങ്ങൾ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോയി കാണും. സിനിമ 100% ഇഷ്ടപ്പെടും. ആ പറഞ്ഞ രീതിയിലോട്ട് അവർ പറഞ്ഞിരിക്കുന്ന ടാഗ് ലൈൻ ഓർത്തിട്ട് നോ ലോജിക് ഓൺലി മാഡ്നസ്. ഓക്കെ.